അതുകൊണ്ട് എന്നെ പൈസയുടെ കണക്ക് പഠിപ്പിക്കണ്ട. കോടിക്കണക്കിന് രൂപ കണ്ടു വളർന്നവനാണ് ഞാൻ. ഇപ്പോൾ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പം പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കാർ ഓടിച്ച് നടന്നവനാണ്, എയർ കണ്ടീഷൻ ചെയ്ത കാർ. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തി, എനിക്കറിയാം. പക്ഷേ ഞാൻ സാധാരണക്കാരനൊപ്പമാണ്. ബെൻസ് കാർ യാത്ര ചെയ്തതാണ് സിനിമാ നടനായ കാലത്ത്. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾക്ക് ബെൻസ് ഇല്ലാത്ത കാലത്ത് ഞാൻ ബെൻസ് കാറിൽ യാത്ര ചെയ്തതാണ്. പക്ഷേ എന്നെ പൈസയൊന്നും കാണിച്ചാലും പിടിവേണ്ട. എനിക്ക് ആരെങ്കിലും എന്നെ കണ്ട് നക്കാപ്പിച്ചത് എന്നാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിക്കും. ഈ സംഭവങ്ങളൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഉണ്ടല്ലോ. അത് കണ്ടാൽ നിങ്ങൾക്ക് വെറും ദിവസങ്ങളായി. ഇതിൻ്റെ പുറകിൽ ഒരു വീട്ടിൽ നിന്ന് എനിക്കെതിരെ മത്സരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥിയുടെ ഒരു വീട്ടിൽ തന്നെ 2 പേര് കമ്മിറ്റിയിലുണ്ട്. അവർ രാഷ്ട്രീയമില്ലേ? ഈ വെച്ച കമ്മിറ്റിയിൽ 2 പേരുണ്ട് ഒരു വീട്ടിൽ നിന്ന്. അപ്പോൾ ഉദ്ദേശം എന്താണ്? പിന്നെ അതുകൊണ്ട് നായർ സമുദായത്തിൻ്റെ സ്ഥാനം മാറിയെന്നും പറഞ്ഞ് എന്നെ ജനങ്ങൾ കൈവിടില്ല. എനിക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാ മതസ്ഥരും ഉണ്ട്. പാവങ്ങളാണ് കൂടുതലും. പത്തനാപുരത്തെ ജനങ്ങൾക്ക് എന്നെ സ്നേഹമാണ്, എനിക്ക് അവരെ സ്നേഹമാണ്, എന്നെ വിശ്വാസമാണ്. ഇന്ന് പത്തനാപുരത്ത് കാണുന്ന കെട്ടിപ്പടുത്തിരിക്കുന്നതെല്ലാം ഞാൻ കൊണ്ടുവന്നതാണ്. പിന്നെ ഞാനൊരു ഏകാധിപതിയാണെന്ന് പത്തനാപുരത്തെ ജനങ്ങൾ പറയില്ല. വോട്ട് ഭിന്നിച്ചു പോകുന്നുള്ള ആശങ്കയൊന്നും ഒരാശങ്കയില്ല. എന്തോ വോട്ട് ഭിന്നി? ഞാൻ നായർ കഴിഞ്ഞ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഞാൻ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ്. ഞാൻ ഒന്നുമല്ലല്ലോ. ഞാനൊരു സാധാരണ കരയോഗത്തിലെ അംഗം എന്നുള്ളതല്ലാതെ എല്ലാ മതത്തിലിപ്പം പള്ളിയിൽ പോകുന്ന ആൾ ജമാഅത്തിലൊരംഗമായിരിക്കും, പിന്നെ ചർച്ചിൽ പോകുന്ന ആൾ ഒരു അവിടുത്തെ ഇടവകയിലൊരു അംഗമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാനൊരു കരയോഗത്തിലെ മെമ്പറാണ്. എനിക്കെന്താ? ഇപ്പം ഞാൻ ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ SNDP യോഗത്തിൽ അവരൊരു മെമ്പറായിരിക്കും. അത് സാധാരണ ഈ നാട്ടിൽ ആദ്യത്തെ ആളാണോ? അല്ലല്ലോ. പിന്നെ ഈ സ്ഥാനം ഒന്നും കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. ജനറൽ സെക്രട്ടറി എതിർക്കുന്ന പ്രശ്നമില്ല. സുകുമാരൻ നായർ സാറിനെ എതിർക്കുന്ന അതിനെ ഞാൻ പിതൃതുല്യനെ ഒരാളെ ഒരു തരത്തിൽ കണ്ട അങ്ങനെ കാണത്തുള്ളൂ, മാറ്റി പറയല്ല. നേരത്തെ സാറേന്ന് വിളിച്ചാളെ കയറിയിട്ട് അമ്മാവാന്ന് വിളിക്കത്തില്ല. അതെനിക്ക് അറിഞ്ഞൂടാ. അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. കാരണം എന്നോട് വളരെ അടുപ്പമായിരുന്നു. 2 ദിവസം മുമ്പേ പത്മ കഫേയിലൊന്നും ഒരു അഴിമതിയില്ല. പത്മ കഫേ പണിഞ്ഞിട്ടു. അതിനകത്ത് കണക്കെടുത്ത് പരിശോധിക്കുക. ഞാൻ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന KSRTC, വനം വകുപ്പ്, ഇതെല്ലാം സിനിമ, ഇതെല്ലാം സ്പോർട്സ്, ഇതെല്ലാം കൈകാര്യം ചെയ്ത ഗണേഷ് കുമാർ പണമെടുത്തു എന്ന് പറഞ്ഞാൽ ആ പണം അവൻ തലയ്ക്കെന്തോ അസുഖം, ആ പറഞ്ഞവനെന്തോ അസുഖം ഉണ്ടെന്നല്ലേ വിചാരിക്കുള്ളൂ. എനിക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപയ്ക്ക് ജീവിക്കാൻ അറിയാം. 50 രൂപ ഉണ്ടെങ്കിൽ അത് പോക്കറ്റിൽ ഇട്ടിട്ട് വീട്ടിൽ ഇരിക്കാനും എനിക്കറിയാം. അതുകൊണ്ട് എന്നെ പൈസയുടെ കണക്ക് പഠിപ്പിക്കണ്ട. കോടിക്കണക്കിന് രൂപ കണ്ടു വളർന്നവനാണ് ഞാൻ. ഇപ്പോൾ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പം പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കാർ ഓടിച്ച് നടന്നവനാണ്, എയർ കണ്ടീഷൻ ചെയ്ത കാർ. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തി, എനിക്കറിയാം. പക്ഷേ ഞാൻ സാധാരണക്കാരനൊപ്പമാണ്. ബെൻസ് കാർ യാത്ര ചെയ്തതാണ് സിനിമാ നടനായ കാലത്ത്. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾക്ക് ബെൻസ് ഇല്ലാത്ത കാലത്ത് ഞാൻ ബെൻസ് കാറിൽ യാത്ര ചെയ്തതാണ്. പക്ഷേ എന്നെ പൈസയൊന്നും കാണിച്ചാലും പിടിവേണ്ട. എനിക്ക് ആരെങ്കിലും എന്നെ കണ്ട് നക്കാപ്പിച്ചത് എന്നാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിക്കും. എനിക്കാരും പറയാറില്ല. എന്നോട് ആരും കൈക്കൂലി തരട്ടെന്ന് ചോദിച്ചിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല, വാങ്ങിക്കില്ല. എൻ്റെ മുഖ്യമന്ത്രിക്ക് അറിയാം, എൻ്റെ മുന്നണിക്കറിയാം, പ്രതിപക്ഷ നേതാവിനറിയാം. ഞാൻ അഴിമതിക്കാരനല്ല. ആർക്കും അഴിമതിക്കും ഒരു സ്വാധീനത്തിന് ഞാൻ വഴങ്ങുന്നവനല്ല. അത് വഴങ്ങത്തില്ല. എൻ്റെ ബന്ധുക്കളാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ സത്യപ്രതിജ്ഞ എന്ത് ചെയ്തോ അതിന് ഞാൻ ചലിക്കില്ല. എൻ്റെ ആദർശമാണ്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നക്കാപ്പിച്ച വാങ്ങിച്ച് ജീവിക്കേണ്ട ഗതി വന്നാൽ അന്ന് രാഷ്ട്രീയം മതിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗണേഷ് കുമാർ പൈസ എടുത്തെന്ന് പറഞ്ഞാൽ അവൻ്റെ തലയ്ക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തിന് ഞാനാണോ പിരിച്ചുവിട്ടത്? പാതിരാത്രി പിരിച്ചുവിട്ടാൽ ഞാനങ്ങനെ അറിയുന്നത്? ഞാൻ അതിൻ്റെ എതിരെയൊന്നും പോകില്ല. ഞാൻ അതിനെതിരെയൊന്നും പോകില്ല. ഒന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല. എൻ്റെ ജോലിയല്ലത്. ഞാനിരിക്കുന്ന കമ്മിറ്റിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്ന് ജനറൽ സെക്രട്ടറി തോന്നിക്കാണും, പിരിച്ചുവിട്ടാണ്. രാത്രി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ പരാതി ഒരു പദ്ധതിയുടെ ഭാഗമാണോ? ആണല്ലോ. വന്ന കമ്മിറ്റി, പുതിയ കമ്മിറ്റിയിൽ വന്നവരെ ലിസ്റ്റ് എടുത്താൽ എനിക്കെതിരെ പറഞ്ഞ് നടക്കുന്ന ഒരാളുടെ കുടുംബത്തിൽ നിന്ന് 2 പേരുണ്ട്. നിങ്ങൾ അന്വേഷിച്ചു. ഞാനെന്തിനാ പറയുന്നത്? ഇതൊരു ചതിപ്രയോഗം. അതായത് R ബാലകൃഷ്ണപിള്ള പിരിവെടുത്തിട്ടല്ല, എല്ലാ കരയോഗ അംഗങ്ങളും കേൾക്കുന്നതാണ് ഈ പറയുന്ന എല്ലാ ഒരു കരയോഗത്തിൽ നിന്ന് R ബാലകൃഷ്ണപിള്ള എന്ന മനുഷ്യൻ 64 വർഷത്തിനകം NSSന് വേണ്ടി ഒരു പിരിവെടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വത്ത് ഇവിടെ ഈ ഞാൻ നിൽക്കുന്ന ഈ വീടിനടുത്തുള്ള കരയോഗം, അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കരയോഗം 1 കോടി രൂപയുടെ ഓഡിറ്റോറിയമാണ് ഉണ്ടാക്കി. ആ കരയോഗംകാർ പറയട്ടല്ല എന്ന് ബാലകൃഷ്ണ സാറ് തന്നതല്ല. ഇവിടെ താഴെ വാളകം കരയോഗമുണ്ട്. വാളകം കരയോഗത്തിൻ്റെ കെട്ടിടം വെച്ച് കൊടുത്ത് ബാലകൃഷ്ണ സാറല്ല എന്ന് അവർ പറയട്ടെ. സ്വന്തം കയ്യിലെ പണം, സ്വന്തം സ്വത്ത്, സ്വന്തം മക്കൾക്ക് കൊടുക്കേണ്ട പണം അദ്ദേഹം NSS വേണ്ടി കൊടുത്താണ്. ഈ കാണുന്നതെല്ലാം സ്കൂളുകളും കോളേജുകളും സർവ്വതും എസ്റ്റേറ്റുകളും എല്ലാം കെട്ടിപ്പടുത്തത് NSSൻ്റെ പണം, നാട്ടുകാരിൽ നിന്ന് പിരിച്ച പൈസയല്ല. R ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ കഷ്ടപ്പാടാണ്, വിയർപ്പാണ്, അദ്ദേഹത്തിൻ്റെ സ്വത്താണ്. അദ്ദേഹം ഏത് സ്വത്ത് വിറ്റാലും കുറച്ച് പൈസ NSSന് കൊടുക്കും. അല്ലെന്ന് നായർ സമുദായം പറയട്ടെ, പത്തനാപുരത്തെ നായർ സമുദായം പറയട്ടെ, ബാലകൃഷ്ണപിള്ള ഞങ്ങളുടെ നിന്ന് പിരിവെടുത്ത് ഉണ്ടാക്കിയതാണെന്ന് പറയാമോ? ഒരു നായരും പറയില്ല. ഈ എന്നെ എതിർത്തുണ്ടാക്കുന്നവർ പറയില്ല. അതുകൊണ്ട് NSSൻ്റെ പണം സഹകരണ ബാങ്കുകളിൽ ഇടാൻ പാടില്ല. അത് ഇടുന്നത് മാറ്റും.
NSSന്റെ ബൈലോ അനുസരിച്ച് ഷെഡ്യൂൾഡ് ബാങ്കിലും റിസർവ് ബാങ്ക് നിർദ്ദേശിക്കുന്ന നാഷണലൈസ്ഡ് ബാങ്കുകളിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അത് സഹകരണ ബാങ്കിൽ ഇട്ട് കൊടുത്തു. അത് മാറ്റും എന്ന് കണ്ടപ്പോൾ ഒരു സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്, അഴിമതിക്കാരനായ ഒരു വ്യക്തിയാണ്. ആരാണെന്ന് അയാളെന്ന് എല്ലാവരും ചോദിച്ചാൽ നാട്ടുകാർ പറഞ്ഞു അഴിമതിക്കാരനായ ഒരു വ്യക്തിയാണ് ഇത് ചെയ്തത്. ഈ യൂണിയനിൽ ഇത്ര എതിർപ്പുണ്ടാവാൻ കാരണം എന്താ? ഒന്നുമില്ല, അവിടെ അതിനെപ്പറ്റി ഞാൻ പറയാതിരിക്കുന്നതാണ്. യൂണിയനിൽ എതിർപ്പൊന്നുമില്ല. യൂണിയനിൽ ഇന്ന് വോട്ടിടാമോ? ഞാൻ മത്സരിക്കാം, ജയിച്ചിരിക്കും. ആ പ്രതീക്ഷയാണ്. ഉണ്ട്, സംശയമൊന്നുമില്ല. ഒന്നുകൂടെ വോട്ടിടാമോ? ഒരു ഇലക്ഷൻ വയ്ക്കാമോ? NSSൽ ഞാൻ മത്സരിക്കാം, ജയിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ജനങ്ങൾ, നായർ സമുദായത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ എൻ്റെ കൂടെയാണ്. ചതിയന്മാരില്ല. അഞ്ചോ പത്തോ ചതിയന്മാർക്ക് കൂടെ ഒന്ന് ചതിക്കുക. ഇവരെ ആരാണ് എടുത്തത്? ഇവരെയൊക്കെ ഞാൻ തന്നെ എടുത്തു വെച്ചത്. ഇവരെയൊക്കെ തെരഞ്ഞെടുത്തും വെച്ചത് ഞാൻ തന്നെ. അടുത്ത ആൾ തന്നെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ചതിയന്മാരല്ലേ? അവരെന്താണ് വിളിക്കേണ്ടത്? സ്നേഹമുള്ള മാന്യന്മാരെന്ന് വിളിക്കണം. ചതിയന്മാരാണ്. അപ്പോൾ ചതിയന്മാരെ ചതിച്ചുകൊണ്ട് എനിക്കെന്ത്? ചന്തു ചതിച്ചു എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ചതിയൻ ചന്തുവിനോട് നമ്മൾ എന്ത് പറയാൻ? കൂടെ ഒന്ന് ചോദിച്ചു. 10 മെമ്പേഴ്സ് അത് കണ്ടാ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? 10 മെമ്പേഴ്സാണ് എതിർപ്പ് അറിയിച്ച് രാജിവെച്ചത്. അതിൽ 3 പേര് രാജി തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. അതെന്താ മിണ്ടാത്തെ? അതിൽ 3 പേര് ഞങ്ങൾ രാജിവെക്കുന്നില്ല എന്ന് എഴുതി ജനറൽ സെക്രട്ടറിക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്താ കാണാതെ പോകുന്നത്? ഈ 10 പേര് രാജിവെച്ചു. അതിൽ നിന്ന് 3 പേർ രാജിവെച്ച് ഞങ്ങൾ പിന്മാറുകയാണ്, രാജി പിൻവലിക്കുകയാണെന്ന് എഴുതി കൊടുത്ത കടലാസ് എൻ്റെ കയ്യിലിരിപ്പുണ്ട് പകർപ്പ്.